ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണേ. ഇവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞൊരു പരിപാടി നടന്നു. അത് മറ്റുള്ള പരിപാടികളെക്കാളൊക്കെ ഭയങ്കര വിഭിന്നമാണ് ഈ ഒരു പരിപാടി. പഴയ പാട്ടുകളും പഴയ ഡാൻസുകളും മാത്രം കോർത്തിണക്കിയിട്ടുള്ള 16ാമത്തെ വർഷത്തെ ഒരു ഓൾഡ് ഈസ് ഗോൾഡായിരുന്നു ഈ വർഷം നടന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് വീഡിയോസിൻ്റെയാണ് ഇപ്പോൾ ഇതിനകത്ത് ഇടുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ, പണ്ടത്തെ നമ്മുടെ ഒരു പാട്ടാണ് 7 സുന്ദര രാത്രികൾ. അന്നത്തെ കാലഘട്ടത്തിൽ പഴയ നടികൾ, നമ്മുടെ ഷീല, ജയഭാരതി, അവരൊക്കെ കാമുകൻ്റെ ലെറ്റർ വായിക്കുന്ന രംഗവും അത് ആൽഫ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ ലെറ്റർ വായിച്ച് എന്താ നമുക്ക് കളിയാക്കുന്നൊരു രംഗമൊക്കെ ഓർക്കുന്നില്ലേ പഴയ കാലഘട്ടത്തിൽ. ടീനയും റാണിയും ഞാനും സിജിയും ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ. എന്നിട്ട് പിന്നെയും കാമുകി ആ ലെറ്റർ വാങ്ങിച്ചുകൊണ്ട് പോണതും ആ പഴയ കാലത്തെ ഞങ്ങളിങ്ങോട്ടേക്ക് റീക്രിയേറ്റ് ചെയ്യുമായിരുന്നു. ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമായി ആ ഒരു രംഗങ്ങളൊക്കെ. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക, ആ പദത്തെ അർത്ഥമാക്കിയിട്ടാണ് ഈ ഒരു ഡാൻസ് അവിടെ ചെയ്തത്. ഇതൊക്കെ തലയിൽ പ്രവർത്തിച്ചതൊക്കെ നമ്മുടെ ടീനക്കുട്ടിയുടെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത കുറേ സുന്ദരിമണികൾ ഇങ്ങോട്ട് വന്നു. എന്ത് രസമായിരുന്നല്ലേ കാണാനായിട്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ഏത് പാട്ടാന്ന് ഞാൻ ടീനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ടീന, ആദ്യത്തെ പാട്ട് ഏതായിരുന്നു ടീന? മേലെ പൂമല അല്ല, ഈ പാട്ട് സോറി, അത് ഇതെല്ലാം സൗരയുധത്തിൽ വിടർന്നൊരു, അതായിരുന്നു രണ്ടാമത്തെ പാട്ട്. ആദ്യത്തെ പാട്ട് 7 സുന്ദര രാത്രികൾ ആൽഫ ഇപ്പൊ ചെയ്തതല്ലേ. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൗരയുധത്തിൽ പഴയ പാട്ടതല്ലേ. ആ പാട്ടൊക്കെ അന്ന് ടീന ഇട്ടപ്പോഴേ ഞങ്ങൾ വിചാരിച്ചതിനൊക്കെ എങ്ങനെ സ്റ്റെപ്പ് ഇടുമെന്ന്. പക്ഷെ അതിൻ്റെയൊക്കെ സ്റ്റെപ്പ് ടീന ഇട്ട് ഇത്ര രസമല്ലേ കാണാനായിട്ട്. നോക്കിയേ, ആ പഴയ കാലത്തെ നമ്മുടെ ഷീലയും ജയഭാരതിയും ശാരദയൊക്കെ ഒന്ന് വെച്ച് നോക്കി എന്ത് രസമാണ്. ഈ ഡാൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ടീന പറഞ്ഞു നമുക്ക് പഴയ സാരികളാണല്ലോ ഇതിന് വേണ്ടതെന്ന്, പഴയ ടൈപ്പ് സാരികൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡോട്ടുള്ള സാരികളൊക്കെ നോക്കി. അത് കഴിഞ്ഞ് ഈ സാരിയിലായിരുന്നു ഞങ്ങളുടെ കണ്ണുകളെല്ലാം ഉടക്കിയത്. അപ്പോൾ ടീന പറഞ്ഞു നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് അവരവർ ചൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചു അത് രസം ഉണ്ടാവുമോ, എല്ലാവർക്കും ഒരേ ടൈപ്പ് സാരി ആയിരിക്കില്ലേ ഭംഗിയെന്ന്. പക്ഷേ ടീന പറഞ്ഞു ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര രസമായിരുന്നു. അവരവർക്ക് ഇഷ്ടമുള്ള കളറുകൾ അവരവർ ചൂസ് ചെയ്തു. അപ്പോഴും നമ്മൾ ഈ ഓൺലൈനിലാണല്ലോ സാരി വരുന്നത്, നമ്മൾ സാരി കണ്ടിട്ടില്ല. ടീന ഓർക്കുന്നുണ്ടോ? സാരി ഇഷ്ടമാവോ, നമുക്ക് ചേരുമെന്നൊക്കെ ടീന പറഞ്ഞപ്പോൾ ടീന പറഞ്ഞു നമുക്ക് വെള്ള ബ്ലൗസ് ഇടാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾക്കൊരു ഡൗട്ടായിരുന്നു, വെള്ള ബ്ലൗസും ഈ സാരിയും കൂടി മാച്ചാവുമെന്ന്. പക്ഷേ ഈ സാരി അവരവരുടെ കളറ് ചൂസ് ചെയ്ത് ഉടുത്ത് കഴിഞ്ഞപ്പം ഇതുവരെ ചെയ്തിരിക്കുന്ന ഡാൻസിനേക്കാളും ഒക്കെ ഭയങ്കര രസമായിരുന്നു. ആ ഒരു പൂവിനും ഓരോ കളറിനും അതിൻ്റെ പച്ച വരുമ്പോൾ വിചാരിക്കും പച്ചയാണ് ഭംഗിയെന്ന്, അല്ല ടീന? ചുമപ്പ് വരുമ്പോൾ വിചാരിക്കും ചുമപ്പേ ഭംഗിയെന്ന് വിചാരിക്കും. പച്ച, ചുമപ്പ്, നർത്തകികളും കൂടി വരട്ടെ, നോക്കട്ടെ ഏതൊക്കെ കളേഴ്സായിരുന്നേ. ഞാനും മേടിച്ചിരുന്ന ഒരു കളറ് എൻ്റെ പച്ചയായിരുന്നു ടീനെ. എനിക്ക് പക്ഷെ അന്ന് എടുക്കാൻ പറ്റിയില്ല. അതെ, ഒരു ബ്രൗൺ, മഞ്ഞ, ഒരു സൈസ് പച്ച, റോസ്, നീല, ലാവൻഡർ, ഇത്രയും കളേഴ്സ് ഉണ്ടായിരുന്നല്ലേ അവരുടെ അടുത്ത്. കറുപ്പ്, പൂവെല്ലാം സെയിം അല്ലേ. അങ്ങനെ എന്തൊരു ഭംഗിയായിരുന്നു അറിയാമോ. അതുപോലെ ആ മുടിയൊക്കെ നമ്മുടെ പഴയ കാലഘട്ടത്തിലെ നടികൾ ഉടുക്കുന്ന പോലെ മുടിയും നന്നായിട്ട് നീട്ടി പിന്നിട്ടു. പിന്നെ പൂവും വെച്ചു അല്ലേ, സൈഡിൽ പൂവും വെച്ചു. പാട്ടാണ് മേലെ പൂമല. ഓക്കെ, പഴയ പാട്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? സ്റ്റെപ്പുകൾ കണ്ടോ? നമ്മൾ ആദ്യം ഈ പാട്ട് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതെങ്ങനെ ഡാൻസ് കളിക്കുമെന്ന്. പക്ഷെ അതിൻ്റെ സ്റ്റെപ്പുകൾ ടീനങ്ങ് ഇട്ട് കൊടുത്തപ്പോണ്ടല്ലോ. പാടി നോക്കിയേച്ചി. കോപ്പിറൈറ്റ് വരുമോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, റാണി ഉണ്ട് ഇതിനകത്ത് കേട്ടോ. ഇവരറിയാവുന്നത് എനിക്കൊന്ന് റാണിയും ടീനയുണ്ട് ഇതിനകത്ത്. ലാസ്റ്റ് പാട്ടല്ലേ. ഇത് ഈ ബാക്കിൽ ഇങ്ങനെ ഇവർ നിൽക്കുമ്പോൾ എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇവരുടെയൊക്കെ പേരറിയാൻ പറ്റീനെ എന്ന് പറഞ്ഞേ. ഇവിടെ തുടങ്ങിയ ബ്രൗൺ തുടങ്ങി, അതായത് ഓറഞ്ച് ആൽഫ, പിന്നെ വന്നിട്ട് നിഷ, മഞ്ഞ നിഷ, ലാവൻഡർ ഇട്ടേക്കുന്ന മീര, മറ്റേ ലൈറ്റ് യെല്ലോ ഷൈബി, റെഡ് ഞാൻ,
പിന്നെ നടുക്ക് വരുന്ന ലൈറ്റ് ബ്ലൂ അമൃത, പിന്നെ വന്നിട്ട് ബ്ലൂ നേവി ബ്ലൂ ആണ്, അതായത് ഡാർക്ക് ബ്ലൂ ആണെന്ന് തോന്നുന്നു ജോയ്സ്, പിന്നെ ബ്ലാക്ക് ഇട്ടിരിക്കുന്ന റീജ, പിന്നെ നമ്മുടെ ലൈറ്റ് ഗ്രീൻ ഇട്ടിരിക്കുന്ന റാണി, അറ്റത്തിരിക്കുന്ന ലൈറ്റ് പിങ്ക് ഡെയ്സി. ഇത്രയും പേര് മോസ്റ്റ് ഓഫ് ദം നേഴ്സസ് അല്ലേ. ഇതിനകത്ത് ഡെയ്സി മാത്രമേ ഉള്ളൂ ടീച്ചറായിട്ട് നാട്ടിൽ വർക്ക് ചെയ്തത്. ഇപ്പോൾ ഇവിടെ കെയർ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ വീട്ടിലെ പണികൾ കഴിച്ചു വെക്കണം, നമ്മുടെ പേഴ്സണലായിട്ടുള്ള ജോലികൾ ചെയ്യണം. ഹസ്ബൻഡ് പിള്ളേരെല്ലാവരും ഉള്ളവരാണ്. ഇവരൊക്കെ സമയം കണ്ടെത്തി ഇതിൻ്റെ ഫുൾ പ്രാക്ടീസ് ടീനയുടെ വീട്ടിലായിരുന്നു. ടീനയുടെ പുതിയ വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗാർഡൻ ഇപ്പോൾ ഒരു പുല്ല് മുളച്ചിട്ടില്ല. എന്താണെന്നറിയോ, എപ്പോഴും ഡാൻസ് പ്രാക്ടീസാണ്. ഒന്നല്ലെങ്കിൽ റീല്, അല്ലെങ്കിൽ ഡാൻസ്. നല്ല സ്ഥലവും നമുക്കവിടെ നല്ല കളിക്കാനായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യവും ഒക്കെയാണ് അവിടെ. അപ്പം ടീനയുടെ വീട്ടിൽ തന്നെയായിരുന്നു ഇതിൻ്റെ എല്ലാ പ്രാക്ടീസും കാര്യങ്ങളും എല്ലാവരും. ശരിക്കും ടീനോടല്ല നന്ദി പറയേണ്ടത്, റെയ്നോളിനോടാ ഇങ്ങനെ ഈ സ്ഥലമൊക്കെ നമുക്കിങ്ങനെ ഒരുക്കി തന്നതിന് വേണ്ടിയിട്ട്. ഇത് ലാസ്റ്റ് ഓക്കെ ഇതിൻ്റെ ഈ ഇപ്രാവശ്യം ഓൾഡ് ഈസ് ഗോൾഡിന് എടുത്ത ഫോട്ടോസും സൂപ്പറായിരുന്നു അല്ലേ ടീനെ. നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു, നല്ല ഫോട്ടോസായിരുന്നു. പിന്നെ ഈ ഡാൻസ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്രാവശ്യത്തെ ഈ ഓൾഡ് ഈസ് ഗോൾഡിൻ്റെ ഗസ്റ്റായിട്ട് നമ്മൾ വിളിച്ചിരുന്നത് ബിനു അടിമാലിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. ബിനു അടിമാലി നമ്മുടെ സ്റ്റാർ മാജിക്കിലൂടെയാണ് കൂടുതൽ നമ്മളൊക്കെ അറിയുന്നത്. അപ്പം അദ്ദേഹം വന്ന് പാട്ട് പാടി, 2 പാട്ട് പാടിയായിരുന്നു. അതിലൊരു പാട്ട് താഴെ നിന്നാണ് പാടിയത്, സ്റ്റേജിൻ്റെ താഴെ നിന്ന് പാടി. പാട്ട് ഏതായിരുന്നു ടീനെ? ചാലക്കുടിയാണോ? ചുരിദാറ് ആരുടെ കാശാണടി, അത് ചാലക്കുടി ചന്തക്കല്ലേ അത്. ആ ഒരു പാട്ട് അദ്ദേഹം പാടിയപ്പം ഈ സാരി ഉടുത്ത എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്ന് ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു അടിപൊളി നൃത്തം ചെയ്തു. അങ്ങനെ ഈ നൃത്തത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കേട്ടത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു.